ഹലോ ട്രിവാൻഡ്രം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സുഖല്ലേ? അടിപൊളിയല്ലേ? യെസ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് എൻ്റെ സെക്കൻഡ് ടൈം ആണ്. കാരണം RDXന്റെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ പ്രൊമോഷൻ മാത്രമല്ല കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ. RDXന്റെ പ്രൊമോഷൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഐ എം വെരി ഹാപ്പി ദറ്റ് ജയഗണേഷിൻ്റെ പ്രൊമോഷന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു ലുലു ഫോർ ഹാവിങ് അസ് ഹിയർ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. ജയഗണേഷിൻ്റെ ഇപ്പോൾ ടീസറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. RDXന് ശേഷം എനിക്ക് റിലീസാവാൻ പോകുന്ന സിനിമയാണ് ജയഗണേഷ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രഞ്ജിത്ത് സാറാണ്, രഞ്ജിത്ത് ശങ്കർ. വെരി സെൻസിബിൾ ഡയറക്ടർ. ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായി ഉണ്ണി ചെയ്തിട്ടുണ്ട്. ആൻഡ് നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് ജോമോൾ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയഗണേഷ്. April 11 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എനിക്കൊരു കാര്യം ആക്ച്വലി ചോദിക്കാനുണ്ട്. ഞാൻ കുറച്ച് തപ്പിയെടുത്ത് കൊണ്ടുവന്നതാണ്. മഹിമയുടെ യഥാർത്ഥ പേര് മഹിമ എന്നാണോ? എന്റെ ശരിക്കുള്ള പേര് ഗോപിക എന്നാണ്. ഗോപിക പാലാട്ട് പേരാണ്. ഗോപിക, പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക. പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക. അങ്ങനെ ഒരു പേരോടി കുട്ടിക്കുണ്ട്. ഇല്ല, ഞാൻ തന്നെ മറന്നുപോയി. എന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ ഈ പേര്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ പേര് വിളിച്ചിട്ടുള്ളത്. ഗോപിക, അല്ലെങ്കിൽ എന്നെ ഗോപി എന്നൊക്കെ വിളിക്കും എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ ഞാനും ഈ പേര് മറന്നുപോയി. ഞാൻ ആദ്യമായിട്ട് തമിഴിൽ സിനിമ ചെയ്യുമ്പോഴാണ് എൻ്റെ പേര് മഹിമ എന്ന് മാറ്റുക. അതിനുശേഷം ഇപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും പേര് വെച്ചാൽ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഗോപിക എന്ന് പറയണോ, മഹിമ എന്ന് പറയണോ, എന്ത് പറയണോ? എനിക്ക് തോന്നുന്നു മഹിമ കാസർഗോഡ് അല്ലേ? ഇങ്ങേയറ്റത്ത് വന്നിരിക്കുകയാണ്. എനിക്കൊന്നു ഭാഷയുടെ പേരിൽ, സ്ലാങ്ങിന്റെ പേരിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ജില്ലക്കാരാണ്. ഒന്ന് കാസർഗോഡ്, ഒന്ന് തിരുവനന്തപുരം. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട്. മഹിമ എന്തെങ്കിലും കട്ടിക്കട്ടി കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടിപ്പിക്കൽ കാസർഗോഡൻ സ്ലാങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മോന്തിയാവാൻ അനുഭവം നിങ്ങൾ എന്തോന്ന് മോന്തിയാവാൻ അനുഭവമുണ്ടേ നിങ്ങൾ ലഭിച്ചാന്ന് കേട്ട് എന്ന് വെച്ചാ വൈകുന്നേരം രാത്രിയാവാൻ പോവാണ്, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോന്ന്. അങ്ങനെ നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. നമുക്കൊന്നും മനസ്സിലാവാൻ പോണില്ല. ഇപ്പോഴും കാസർഗോഡ് ഭാഷയാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഒരു അവിയൽ പരിവ. കാരണം എന്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ അമ്മ നീലേശ്വരാണ്. കാവ്യമധവനൊക്കെ സംസാരിക്കുന്നത് അതാണ്. പിന്നെ എന്റെ ഫാദർ കണ്ണൂരാണ്. ഞങ്ങളൊക്കെ വിചാരിക്കായിരുന്നു ആക്ച്വലി ഈ ഒരു മൂവി കാണാൻ ഒരു സൂപ്പർ ഹീറോ മൂവി ആണെന്നൊക്കെ ആലോചിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിമുക്കുന്ന സ്പൈഡർമാൻ ആണെങ്കിൽ ഇത് മേരി ജെയിൻ ആണ്, സൂപ്പർ ഹീറോ വണ്ടർ വുമൻ. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രം, ഫീമെയിൽ കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടോ? ആരെങ്കിലും വിളിക്കട്ടെ, ആരെങ്കിലും വിളിക്കണം. ആരെങ്കിലും